വണ്ടേഴ്സിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ആഗ്രയിലാണ് ഞാൻ. താജ്മഹലിൻ്റെ മെയിൻ കവാടം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ ആ ടോപ്പ് ഭാഗം കാണാൻ പറ്റും. ആ ഒരു സൺലൈറ്റിലൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങിയിരിക്കുന്ന ആ ഒരു മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റും. എനിവേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇന്ന് സാമാന്യം തിരക്കുണ്ട് കേട്ടോ. താജ്മഹൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രണയത്തിൻ്റെ ഒരു സിമ്പിളാണല്ലോ. അപ്പോൾ കപ്പിൾസ് ആയാലും ഫാമിലീസ് ആയാലും ഇവിടെ വരുമ്പോൾ ഫോട്ടോ എടുക്കലാണ് പ്രധാനമായിട്ട് നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഈ താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള ഒരു വലിയ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ താജ്മഹൽ ഒഴികെ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, ചുമന്ന നിറമാണ് ഈ മതിലല്ല ഗേറ്റ്. താജ്മഹൽ മാത്രമാണ് ഇവിടെ ആ ഒരു നല്ല തൂവെള്ള കളർ വെച്ചിട്ടുള്ളത്, വൈറ്റ് മാർബിൾ വെച്ചിട്ടുള്ളത് താജ്മഹൽ മാത്രമാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഒരെണ്ണം കാണുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, ഭാഗ്യമുണ്ടെങ്കിൽ അറിയാരുചികളും കാണാൻ കാഴ്ചകളും നമ്മൾ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എപ്പോഴെങ്കിലും കറങ്ങുന്നതായിരിക്കും. പണ്ട് ഈ താജ്മഹലിന് ചുറ്റുമുണ്ടായിരുന്ന ഈ ഒരു പൂന്തോട്ടം ഉണ്ടല്ലോ, അവിടെ ഡാഫഡിൽസ്, അതേപോലെ തന്നെ പഴങ്ങൾ, റോസസ്, അങ്ങനെ ഒരു ഇന്ത്യൻ കൈൻഡ് ഓഫ് ഒരു ഗാർഡൻ ആയിരുന്നു സെറ്റപ്പ് ചെയ്തിരുന്നത്. പിന്നീട് ഇത് ബ്രിട്ടീഷിൻ്റെ കയ്യിൽ അധികാരം ഏറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഈ ലോൺ ഫുൾ മാറ്റി. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷ് പാലസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ബ്രിട്ടീഷ് ലോൺ പോലെയാണല്ലോ. അപ്പം അങ്ങനെ മാറ്റിയെടുത്തത് അവരായിരുന്നു. പണ്ട് ഇതൊരു പൂന്തോട്ടമായിരുന്നു, അതൊരു ഇന്ത്യൻ രീതിയിലുള്ള പൂന്തോട്ടം. താജ്മഹലിൻ്റെ സൈഡിലുള്ള ഈ പില്ലേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിനാർസ് എന്നാണ് അതിന് പറയുന്നത്. ആ സംഭവത്തിന് ചെറിയൊരു ചെരിവുണ്ട്. അതായത് താജ്മഹലിൻ്റെ ആ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ചെരിഞ്ഞാണ് അത് നിൽക്കുന്നത്. എന്തായിരിക്കും കാരണം? അത് പണ്ട് പണിതപ്പോൾ കാലത്തിന് മുന്നേ ചിന്തിച്ചു, അതായത് ഒരു എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഭൂമി കുലുക്കം വരികയാണെങ്കിൽ ഒരിക്കലും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് താജ്മഹലിൻ്റെ മേലിൽ വീഴരുത്. അതുകൊണ്ട് താജ്മഹലിൽ നിന്നും ഇത്തിരി ചെറിയൊരു ചെരിവോട് കൂടിയിട്ട്, പുറത്തേക്കുള്ള ചെരിവോട് കൂടിയിട്ടാണ് ആ മിനാർസ് പണിതിരിക്കുന്നത്. ആഗ്രയിലുള്ള മറ്റൊരു ദിവസം രാവിലെ ഇറങ്ങി താജ്മഹലൊക്കെ കണ്ട് കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ വൈകുന്നേരം ഞാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ആഗ്രയിലുള്ള സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ഞാൻ നല്ല ഈ ഒരു റോട്ടിൽ കൂടെ നടന്നു, വളരെ നല്ലൊരു മണം കിട്ടി. എന്തൊക്കെയോ മസാലകളുടെയോ സാധനങ്ങളുടെയോ ഒക്കെ ഒരു മണം കിട്ടി. അങ്ങനെ ഞാനൊരു കടയിലേക്ക് പോവാണ്. ഹലോ ജി, നമസ്തേ. क्या चाहिए आपका कड़े के लिए? खाने के लिए दाल फ्राई, राजमा, छोले, चना मसाला, शाही पनीर, मटर पनीर, कढ़ाई पनीर, पनीर बटर मसाला. ഓ, ഇത്രയും സംഭവങ്ങളുണ്ട്. എന്തായാലും പനീറിൻ്റെ കണ്ടോ, ഇവിടെ കസ്റ്റമേഴ്സ് വന്ന സംഭവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പനീറിൻ്റെ ഐറ്റംസ് നമ്മൾ കഴിച്ചതാണ്, അതുകൊണ്ട് പനീർ നെഹി. ഓ ഹിന്ദി മറന്നു തോന്നടാ. अलग डिशेस क्या है? अलग डिश दाल है, राजमा है, छोले है, ओके ठीक है, ठीक है. राजमा और दाल खाएंगे. हाँ, 1 प्लेट राजमा, ठीक है, 1 प्लेट राजमा और 1 प्लेट दाल. सो अंदर कैन आई कम इन? मैं अंदर से कोई बाहर ना आ सकते. वरू गाइस. അപ്പം നമുക്ക് ഇവർ ദാലും രാജ്മയും ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാം. ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഹലോ ഭയ്യ. അപ്പോൾ ആദ്യം അവർ സവാള ഇട്ടിട്ടുണ്ട്,
പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ ബട്ടർ ഹേ, ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. ഒരുപാടധികം ആൾക്കാർ വന്ന് സംഭവം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും ബൾക്കായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ മറ്റേ ബട്ടർ റൊട്ടി കണ്ടോ, ബട്ടർ റൊട്ടി ഇത്രയും റിച്ച് ആയിട്ടാണ് ഇവിടെ ഇവർ ബട്ടർ റൊട്ടിയിൽ ബട്ടർ അപ്ലൈ, അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ ബട്ടർ ഇറ്റിറ്റ് വീഴും. എനിവേ നമുക്ക് നമ്മുടെ രാജ്മയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം മാറി അത് നല്ലപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ സവാള. അതായത് അതിങ്ങനെ ഭയങ്കര തിൻ ബ്രൗൺ ആവുന്ന വരെ അവർ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ ക്യാ ഗ്രേവി ഹേ? രാജ്മ. ഓക്കെ, അപ്പോൾ രാജ്മ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്മ ഗ്രേവി, ചോലെ രാജ്മ. ഓക്കെ, അതിനകത്തേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സംഭവം കാണാനായിട്ട് നമ്മുടെ നാട്ടിലെ വൻപയറിൻ്റെ ഒരു വലിയ രൂപം പോലെ ഉണ്ടല്ലോ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പയർ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഞാനിത് ഇതിനു മുമ്പ് ഡൽഹി നല്ല വേറൊരു സ്ഥലത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം പയറിൻ്റെ അതേ രുചിയാട്ടോ ഈ സംഭവത്തിന്, പക്ഷേ ബിഗർ ഇൻ സൈസിൽ ഭയങ്കര വലുതാണ്. ഓക്കെ, അപ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ ഒത്തൻറ്റിക് ഡിഷായിട്ടുള്ള രാജ്മ, അതായത് ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള, താങ്ക് യു സ്പൂണൊക്കെ ഇട്ടുന്നുണ്ട്, ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഡിഷാട്ടോ ഈ രാജ്മ എന്ന് പറയുന്നത്. അതായത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഭയ്യ ഏക് ദാൽ ദേ ദോ, ദാൽ. അപ്പം നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. സവാളയും പച്ചമുളകും ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ അത് ഫ്രൈ ആക്കുക കേട്ടോ. നമ്മുടെ ഒണിയൻ നല്ലപോലെ ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാൽ അവരൊരു കപ്പിൽ സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ റൊട്ടി പറയാം. ബട്ടർ റൊട്ടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ രാജ്മയും ദാലും ബട്ടർ റൊട്ടിയും കൂട്ടിയിട്ട് എൻ്റെ ഇന്നത്തെ ഡിന്നർ ഞാനിവിടെ ആരംഭിക്കുകയാണ്. താങ്ക് യു. വേണ്ട, സലാഡും കിട്ടിയിട്ടുണ്ട്. സവാള, കുക്കുംബർ, അതിൻ്റെ പുറകിൽ ചില്ലിയുടെ ചട്നി. അങ്ങനെ ആഗ്രയുടെ ഈ തണുപ്പേറിയ തെരുവുകളിലിരുന്ന്, തെരുവല്ല കേട്ടോ, ചെറിയൊരു സ്ട്രീറ്റ്, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നല്ല ചൂട് ദാലും രാജ്മയും ആവി പറക്കുന്ന ദാലും ബട്ടർ റൊട്ടിയും സാലഡും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് ഗൈസ്. എരിവും കിട്ടാൻ വളരെ എന്തായാലും ഞാനിത് തീർക്കട്ടെ ഗൈസ്. നല്ല എരിവുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ എന്നെ മാതിരി ഇങ്ങനെ ആർത്തിയിൽ കയറിയിട്ട് ഷോ ആണെങ്കിൽ മുളക് കഴിക്കരുത്. ഹിന്ദിക്കാരങ്ങനെ പലതും ചെയ്യും, പക്ഷെ നമ്മൾ മലയാളികൾ ഒരു മിതമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നോർത്ത് ഇന്ത്യയിലെത്തുമ്പോൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണുന്നത് നമുക്ക് എന്നും ഭയങ്കര ആകാംക്ഷ തരുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അതിനേക്കാളേറെ എൻ്റെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ച ഒരു ഡിഷ് ഞാൻ കണ്ടു. എന്താണെന്നറിയോ? ഗൺ പൗഡർ ദോശ. എന്താണെന്നറിയണ്ടേ? ഇതാ, നമുക്ക് ഈ കടയിൽ പോവാം, എന്താണ് സംഭവം എന്നറിയാം, കയ്യോടെ അത് വാങ്ങി കഴിക്കുകയും ചെയ്യാം. ഹലോ,
आप मलयाली തമിഴ് ഓക്കെ വണക്കം അണ്ണ അപ്പം സൗത്ത് ഇന്ത്യൻ നാട്ടാൾ മലയാളി അല്ല തമിഴ്നാട്ടിൽ നിന്നാണ് ചേട്ടനുള്ളത് അപ്പം ഇതൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പം ഗൗൺ പൗഡർ ദോശയല്ലേ ഉണ്ടാക്കാൻ പോണത് ഉണ്ടാക്കാം ഓക്കെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു സാധനം കൂടെ വേണം വേറെ എന്താ ഉണ്ടാവുക ചിക്കൻ ദോശ ഓക്കെ ഓക്കെ അപ്പോൾ അത് നല്ലതാണ് ഈ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ദോശ വരുമ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ അങ്ങനെ ഞാൻ ദോശയും ചിക്കനും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എൻറ്റയർലി ഒരു വേറെ സംഭവം പോവാ അപ്പോൾ എനിക്ക് ഗൺ പൗഡർ ദോശ എന്താണെന്ന് അറിയാനായിട്ട് ഇരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ ചേട്ടാ ഓക്കെ ബൈ അപ്പോൾ അതാ ഗൺ പൗഡർ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ചേട്ടൻ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് ചേട്ടനും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണോ ചേട്ടൻ്റെ പേരെന്താ ഉങ്ക പേരെന്നാ പഴനിവേൽ ഓക്കെ 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 ഉങ്ക പേരെന്നാ ദിനകരൻ ഓക്കെ പഴനിവേൽ ദിനകരൻ അപ്പോൾ എന്തായാലും ദോശ നല്ല പരത്തി അതിനകത്തേക്ക് എന്തോ പൗഡർ ഇടുന്നുണ്ട് ഇത് എന്നാ പൗഡർ പോടുന്ന ചേട്ടാ ഞാനാണെങ്കിൽ ഡൽഹിയിൽ വന്ന് വെട്ട് ചില്ലി പൗഡർ ചിക്കൻ പൗഡർ ഗരം മസാല അത്രയും സോൾട്ട് ഓക്കെ ഓക്കെ ഉപ്പ് ചിക്കൻ പൗഡർ ഗരം മസാല മുളക് പൊടി അത്രയും സംഭവം ഇപ്പം നെയ്യല്ലേ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മളിനി ചിക്കൻ ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത് ഇവിടെ സവാള വെച്ചിട്ടുണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് ചിക്കൻ പൗഡറാണ് ചിക്കൻ പൗഡർ ഓക്കെ ഓയിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സംഭവം അതായത് സവാള തക്കാളി ചിക്കൻ പൗഡർ ഒടിയൻ ടൊമാറ്റോ ரொம்ப പുക വരുന്നു ചേട്ടാ ചിക്കൻ ഇട്ടു ഗൈസ് ചിക്കൻ ഇട്ടു ഇത് നോർമൽ ചിക്കൻ കറി തന്നെ നോർമൽ ചിക്കൻ കറിയിൽ നിന്ന് 3 പീസ് എടുത്തിട്ട് നല്ലപോലെ ചെയ്യാം ഇത് മസ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് ഗൈസ് തമിഴ്നാട് സ്റ്റൈലാ ഞങ്ങൾക്ക് മലയാളികളും ഉണ്ടാക്കും ഇനി അപ്പോൾ ചിക്കൻ കറിയിൽ നിന്ന് 3 പീസ് ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ആ സവാളയുടെയും തക്കാളീൻ്റെ ഒക്കെ കൂടെ ഞാനാണെങ്കിൽ സൈഡിൽ നിന്ന് എനിക്ക് നല്ലപോലെ ചുമ വരുന്നുണ്ട് ദോശ ഉണ്ടാക്കട്ടെ കുട്ടി ദോശ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഇത്ര മാവ് മതിയാ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ദോശയാണ് ഗൈസ് ഗൈസ് എൻ്റെ സാമ്പിൾ കഴിക്കാനായിട്ട് എനിക്കിവിടെ ഒരു മലയാളി ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ്റെ നാളെ എവിടെ ഇങ്ങോട്ട് വാ കണ്ണൂരാ ചേട്ടൻ്റെ പേര് മുനീഫിർ ഓക്കെ ഹായ് മീനാക്ഷി ദോശ ഉണ്ടാക്കിയ കൈ കേട്ടോ പണിയെടുക്കുന്ന കൈകളാണ് എന്താ ദോശ കഴിക്കും നല്ല ദോശ കഴിച്ചു ധൈര്യമായിട്ട് കഴിച്ചോ ഞാനും കഴിക്കാം എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നേരിടാം ചേട്ടാ നല്ലതല്ലേ പറ ആൾക്കാരത് പറ നമ്മളെ ഫസ്റ്റ് ദോശ വരുന്നുണ്ട് ഇത് ഏത് ദോശ ഇത് ചിക്കൻ ദോശയാണെന്ന് എനിക്ക് തോന്നണേ ചിക്കൻ കറി വെച്ചിട്ടുണ്ടാക്കണ ദോശ ചേട്ടാ കുക്ക് ചെയ്യാറുണ്ടോ ഇപ്പോൾ ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കഴിക്കുന്നത് ശരിയല്ല കുക്ക് ചെയ്തിട്ട് കഴിക്കാറുള്ളൂ അപ്പോൾ ചേട്ടൻ തന്നെ ആദ്യം കഴിക്കും ഒരാളിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഓക്കെ അതെ അപ്പോൾ രണ്ടാമത്തെ ദോശ വന്നിട്ടുണ്ട് ഇത് എന്താ
പൊടി ദോശ. ഇതെങ്ങനെയുണ്ട് പറ? ശരിക്കും നല്ലതാണോ? മറ്റേ ചില വ്ളോഗർമാർ പറയാം നന്നായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറയരുത്. നല്ലതാണോ? ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് ഗൺ പൊടി ദോശ എന്ന് പറഞ്ഞൊരു ദോശയാണ്. പിന്നെ അത് കുറേ പൊടി കണ്ടോ, ഒരു എന്തൊക്കെയോ മസാലകൾ വാരി കോരി ഇട്ടിട്ടുണ്ട്. എരിവുണ്ടോ? എരിവുണ്ടല്ലേ? കഴിച്ചു നോക്കാം. അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കാൻ പോണേ. അടിപൊളിയാണല്ലോ. ഇതിലവർ മുളക് പൊടി, ചിക്കൻ പൊടി, ഗരം മസാല, ഉപ്പ്, അങ്ങനെ ജാതി എല്ലാ പൗഡേഴ്സും ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഡിഷും നല്ല എരിവുണ്ടല്ലോ ചേട്ടാ. ആ, ഇതിനാണ് കുറച്ചും കൂടെ എരിവ് കുറവുള്ളത്. ഇതിൽ നല്ല എരിവുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങളെ കാണിക്കാം. ഇത് നല്ല എരിവ്, എന്നാലും ഇത് കൊള്ളാം. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിക്കും. ഗൈസ്, ഇത് നല്ല ദോശയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ചിക്കൻ കണ്ടോ? ഈ ദോശ നമ്മൾ കഴിക്കാത്തൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അതായത് ചിക്കൻ്റെ കൂടെ നമ്മളങ്ങനെ ദോശ ഭയങ്കര അൺകോമൺ ആണ്, അത് അത്ര ഫെമിലിയർ അല്ലല്ലോ. പക്ഷെ ഉണ്ടോ? അവിടെ ഉണ്ടോ? അവിടെ ഇല്ല, ഞങ്ങളുടെ അവിടെ ഇല്ല. ഞങ്ങളുടെ കൊച്ചിയിലും ഇങ്ങനത്തെ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും ഇത് വെറൈറ്റി സാധനം. ഇവിടെ ആഗ്രഹം വന്നിട്ട് കഴിക്കാൻ പറ്റിയതല്ലേ. കൊള്ളാം, നന്നായിരുന്നു എന്തായാലും. അപ്പം ഞാനിങ്ങനെ നാട്ടിൽ നിരങ്ങി ഇങ്ങനെ നടക്കുക ചേട്ടാ, ഓരോ ഹോട്ടൽ വീതം ഇങ്ങനെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പം ഇടയിൽ ചേട്ടൻ പോലെ മലയാളികൾ കാണുമ്പോൾ ആണല്ലേ, ആരാണ് അവരെ അറിയുന്ന ഭാഷ പറഞ്ഞെന്നുള്ള രീതിയിലല്ലേ. അപ്പം എൻ്റെ ഷോൻ്റെ പേര് അറിയാരുചികളും കാഴ്ചകളും എന്നാണ്. ഇപ്പം ഞാൻ ദോശ ചുടുന്നത് കാണാത്തൊരു കാഴ്ചയാണല്ലോ, അത് ചേട്ടൻ കണ്ടല്ലോ. അതാണ് ഞങ്ങളെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. മുനിവീർ എന്നാണ് ചേട്ടൻ്റെ പേര്. ഓക്കെ, അപ്പം മീറ്റ് ചെയ്യാൻ പറ്റിയതിലും ഒരുമിച്ചിരുന്ന് ദോശ കഴിക്കാൻ പറ്റിയതിലും അപ്പോൾ താങ്ക്സ് ഫോർ ദ ദോശ ഡേറ്റ്. ചേട്ടൻ ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇന്നത്തോടെ ഒരു തീരുമാനമാവും. ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തീരുമാനമാവും. അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ താജ്മഹൽ കണ്ടു, രാജ്മ കഴിച്ചു, അതേപോലെ തന്നെ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു. എൻ്റെ ദോശ നിങ്ങൾ കണ്ടു, ആ ചേട്ടനെ ഞാനത് കഴിപ്പിച്ചു. എന്തൊരു അടിപൊളി ഡേ ആയിരുന്നല്ലേ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒരുപാട് നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളും അതിനേക്കാൾ അടിപൊളി രുചികളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സൈനിങ് ഓഫ് ഫ്രം അറിയാരുചികളും കാഴ്ചകളും ഓൺലി ഓൺ കൗമുദി TV.